നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസിയുടെ ഇപ്പോഴത്തെ ട്രാൻസ്ഫർ പോളിസി അത് ഒരൽപ്പം വിചിത്രമാണ്. അതായത് അവരുടെ പുതിയ ഉടമസ്ഥനായിക്കൊണ്ട് ടോഡ് ബോഹ്ലി വന്നതിന് ശേഷമാണ് കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ നിരവധി താരങ്ങളെയാണ് അവർ വാങ്ങിക്കൂട്ടുന്നത്. ഒരു വലിയ സ്ക്വാഡിനെ തന്നെ ഇപ്പോൾ അവകാശപ്പെടാൻ ചെൽസിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. സമീപകാലത്ത് ട്രാൻസ്ഫർ ജാലകങ്ങളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്ന് ചെൽസി തന്നെയാണ്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രമായി 9 താരങ്ങളെയാണ് അവരിപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ജാവോ ഫെലിക്സിനെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പൊസിഷനുകളിലും നിരവധി സൂപ്പർ താരങ്ങളെ ഇപ്പോൾ അവരുടെ പരിശീലകന് അവൈലബിൾ ആണ്. ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിഹാസ താരമായ ജാമി കാരഗർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ താരങ്ങളെ വാങ്ങിക്കൂട്ടുന്നത് നിർത്താനാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ടോഡ് ബോഹ്ലിയോടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യം വരുന്നത്. കാരഗറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ചെൽസി ഈ താരങ്ങളെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് നിർത്താൻ സമയമായിട്ടുണ്ട്. താരങ്ങൾ ചെൽസിയിലേക്ക് പോകുന്നത് അവസാനിപ്പിക്കാനും സമയമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു താരമാണെങ്കിൽ നിലവിലെ ഈയൊരു അവസ്ഥയിൽ ചെൽസിയിലേക്ക് പോകില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് 7 വർഷത്തെ കരാറും അതുപോലെ തന്നെ വലിയ ഒരു സാലറിയും ലഭിച്ചേക്കാം. പക്ഷേ അതാണോ ഫുട്ബോൾ? നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ക്ലബിലേക്ക് പോവുക എന്നുള്ളതാണ്. 4 വർഷത്തേക്ക് കരാർ സൈൻ ചെയ്യുക. ഈ താരങ്ങൾ എന്തുകൊണ്ടാണ് 7 വർഷത്തേക്കൊക്കെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും സൂപ്പർ താരങ്ങളെ വാങ്ങിക്കൂട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എവിടെ കളിപ്പിക്കാനാണ്? ചെൽസി ഒരു എക്സൈറ്റ്മെൻറ്റും ഇപ്പോൾ നൽകുന്നില്ല. ഇതാണ് ജാമി കാരഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 33 താരങ്ങളാണ് ചെൽസിയുടെ സീനിയർ ടീമിൻ്റെ സ്ക്വാഡിൽ ഉള്ളത്. അതിനർത്ഥം എല്ലാ മാച്ച് ഡേയിലും ചുരുങ്ങിയത് 10 താരങ്ങൾ എങ്കിലും സ്ക്വാഡിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിനു പുറമെ ബെഞ്ചിലിരിക്കുന്ന വേറെയും താരങ്ങൾ വരും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ചെൽസിയിലെ പല താരങ്ങൾക്കും വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കില്ല എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെതിരെയാണ് കാരഗർ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.